ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അസൈൻമെൻറ്റിനുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും എഴുത്ത് തുടങ്ങിയെന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ചില വീഡിയോകൾ അസൈൻമെൻറ്റിനെ സഹായിക്കുന്ന ചില വീഡിയോകളുണ്ട്. അതൊക്കെ നോക്കി എഴുതാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് അൽ അസ്മാഉൽ ഹംസ. അൽ അസ്മാഉൽ ഹംസ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ്. അതിന്ന് തേർഡും ഫോർത്തും യൂണിറ്റാണ് എടുക്കാൻ പോകുന്നത്. പിന്നെ ഫിഫ്ത്ത് യൂണിറ്റ് അൽ അസ്മാഉൽ ഹംസ, പിന്നെ മൊറബ് മബിനി. ഇങ്ങനെ രണ്ട് വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ. അല്ല, അസ്മാഉൽ ഹംസ എന്ന് പറഞ്ഞാൽ ആ 5 ഇസ്മുകൾ, അതിൻ്റെ ഇഅ്റാബിന് ഒരു പ്രത്യേകത ഉണ്ടാവും. അതാണ് ഇവിടെ അത് വേർതിരിച്ച് പറയാൻ കാരണം. അഹ്, അബ്, ഹമ്മ്, അഹമ്മ്, ഫു, ദു, ഇങ്ങനെ 5 ഇസ്മുകളാണ്. അപ്പോൾ അത് തുർഫഉൽ അസ്മാഉൽ ഹംസ ബിൽ വാവി. അത് റഫ് ചെയ്യുക. ഇഅ്റാബിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് റഫ് ചെയ്യുക അഹു വാവ് കൊണ്ടാണ് റഫ് ചെയ്യുക. അപ്പോൾ അഹു മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ അഹ്. അതുപോലെ അബു മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ അബ്. ഹമു മുഹമ്മദ്, ഫു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ വായ എന്ന് പറഞ്ഞാൽ മൗത്ത്. ദു മാലിൻ എന്ന് പറഞ്ഞാൽ പണക്കാരൻ. ദു മാലിൻ, പണക്കാരൻ. അപ്പോൾ അങ്ങനെ തുർഫഉൽ അസ്മാഉൽ ഹംസ ബിൽ വാവി മസാലിൽ റഫി അവിടെ പറഞ്ഞു. പിന്നെ അഹു മുഹമ്മദിൻ അബൂക്ക സഅദനി. അബൂക്ക, നിൻ്റെ പിതാവ്, സഅദനി, എന്നെ സഹായിച്ചു. പിന്നെ തുൻസബുൽ അസ്മാഉൽ ഹംസ, ഇനി നസ്ബി എങ്ങനെ? ബിൽ അലിഫി, അത് അലിഫ് കൊണ്ടാണ്. അപ്പോൾ അവിടെ അഹൻ, അബൻ, ഹമൻ, ഫ, ദ എന്നൊക്കെ വരും. അതിൻ്റെ ഉദാഹരണം മിസാലുൻ നസ്ബ് റഅയ്തു അഹാക്ക, നിൻ്റെ സഹോദരനെ ഞാൻ കണ്ടു. അപ്പോൾ ഈ അഹ് എന്നുള്ളത് ഇവിടെ ഒബ്ജക്റ്റാണ്, മഫ്ഊലാണ്. റഅയ്തു ഫായിലും ഫിയലും ഉണ്ട്. റഅ ഫായില് അല്ല ഫിയല്, അതിലെ തു ലമീർ മുത്തസിലാണ്, അത് ഫായിലാണ്. റഅയ്തു, ഞാൻ കണ്ടു, അഹാക്ക, നിൻ്റെ സഹോദരനെ. പിന്നെ സഅദ അഹൂക്ക, നിൻ്റെ അഹ് സഹായിച്ചു. നിൻ്റെ അഹ് സഹായിച്ചു. ഇവിടെ റഫിനും നസ്ബിനും ഉദാഹരണമുണ്ട്. അഹൂക്ക എന്ന് പറഞ്ഞാൽ അവിടെ റഫിന് ഉദാഹരണമുണ്ട്. അഹൂക്ക അബാക്ക, നിൻ്റെ പിതാവിനെ സഹായിച്ചു. നിൻ്റെ അഹ് നിൻ്റെ പിതാവിനെ സഹായിച്ചു എന്നുള്ള അർത്ഥം. അപ്പോൾ സഅദ അഹൂക്ക അബാക്ക. പിന്നെ തുജറുൽ അസ്മാഉൽ ഹംസ ബിൽ യാഇ, ജറ് ചെയ്യുന്നത് സാധാരണ ജറിൻ്റെ ഹർഫുകളുണ്ട്. ബ, മിൻ, ഇല, ഫി, ലാമ്, റുബ, വാവ്, ഖസ്മിൻ്റെ വാവ്, ഹത്ത, അങ്ങനെ ഹല, ആശ, അങ്ങനെ കുറേ ഇസ്മ ജറിൻ്റെ ഹർഫുകളുണ്ട്. പക്ഷെ ഇവിടെ ഇതിന് ജറ് ചെയ്യുക ഇലാഫത്ത് കൊണ്ട് ആയിരിക്കും അധികം ഇവിടെ ജറ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അഹി എന്ന് പറഞ്ഞാൽ ഇവിടെ മൈ ബ്രദർ എന്നുള്ള അർത്ഥം വരും. അബി, ഹമി, ഫി, ദി അല്ലാതെയും വരും. ഫി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആദ്യത്തെ ഫി എന്ന് പറഞ്ഞാൽ അത് ജറിൻ്റെ ഹർഫ. ഫീക്ക, നിൻ്റെ വായിൽ, അതായത് ഇൻ യുവർ മൗത്ത് എന്നുള്ള അർത്ഥമാണ് ഫീക്ക. സഅൽത്തുൽ ഖർള ലി ദീ മാലിൻ. അവിടെ ദു എന്നുള്ളത് ദീ മാലിൻ. ലി വന്നതുകൊണ്ട്, ഈ ലി എന്ന് പറഞ്ഞ ജറിൻ്റെ ഹർഫ് വന്നതുകൊണ്ട്
ഈ ദു എന്നുള്ളതിന് ദീന്നായി. അങ്ങനെ യാ കൊണ്ടാണ് ഇവിടെ ജറ് ചെയ്യുന്നത്. അപ്പോൾ സഅൽത്തുൽ ഖർള, ഞാൻ വായ്പ ചോദിച്ചു, ദീമാലിൻ, ഒരു പണക്കാരനോട്. അതാണ് ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെ റഅയ്തു ദാമാലിൻ, ഞാൻ കണ്ടു ദാമാലിൻ, ഒരു മുതലാളിയെ. അപ്പോൾ അവിടെ ദാ എന്ന് വരും മഫൂലിൻ്റെ സ്ഥാനമാകുമ്പോൾ. അല്ലെങ്കിൽ സഅലനി ദൂമാലിൻ, എന്നോട് ചോദിച്ചു ദൂമാലിൻ, ഒരു മുതലാളി ചോദിച്ചു. അപ്പോൾ അവിടെ റഫിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ അത് മാറി വരും. അപ്പോൾ ഇതാണ് അസ്മാഉൽ ഹംസ. ഇനി നമുക്ക് പിന്നെ മുഅറബ് മബിനി നോക്കാം. അപ്പോൾ മുഅറബ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറാബ് ചേഞ്ച് ആവും. എന്ന് പറഞ്ഞാൽ കലിമാത്തുൽ അറബിയ യതഗയ്യറു അവാഖിറുഹ ഇമ്മാ ബിൻ നസ്ബി ഔ ബിർ റഫി ഔ ബിൽ ജർറി ഔ ബിൽ ജസ്മി. ഈ സ്ലൈഡിലുള്ളതാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ കലിമാത്തുൽ അറബിയ, അറബി വാക്കുകൾ, യതഗയ്യറു അവാഖിറുഹ, അതിൻ്റെ അവസാനം, ആ വാക്കുകളുടെ അവസാനം ചേഞ്ച് ആകും. ഒന്നുകിൽ നസ്ബായിരിക്കും, അല്ലെങ്കിൽ റഫായിരിക്കും, അല്ലെങ്കിൽ ജറ, അല്ലെങ്കിൽ ജസ്മായിരിക്കും, അല്ലെങ്കിൽ ജറായിരിക്കും. അപ്പം നസ്ബ് എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്കുള്ള നസ്ബ് ഫതഹ് ആണ് നസ്ബ്. ലമ്മ് എന്ന് പറഞ്ഞാൽ റഫ്, കസ്ർ എന്ന് പറഞ്ഞാൽ ജറ്, സുക്കൂൻ എന്ന് പറഞ്ഞാൽ ജസ്മ്. അപ്പോൾ അതിന് ഉദാഹരണം, ദഹബ സയ്യിദുൻ, സയ്യിദ് പോയി. ദഹബ സയ്യിദുൻ. പിന്നെ ലറബുത്തു സയ്യിദൻ, ഞാൻ സയ്യിദിനെ അടിച്ചു. ലറബുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ഫേലും ഫായിലും ഉണ്ട്. ഇവിടെ സയ്യിദൻ, ഒരു സയ്യിദ് എന്നുള്ള ഇസ്മിന് അപ്പോൾ ഇവിടെ തഗയ്യുറായി. ഇവിടെ ദഹബ സയ്യിദുൻ, സയ്യിദ് ഇവിടെ ഫായിലിൻ്റെ സ്ഥാനത്താവുമ്പോൾ സയ്യിദുൻ എന്നായി. അവിടെ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്ത്. പിന്നെ ലറബുത്തു സയ്യിദൻ ഇവിടെ മഫൂലിൻ്റെ സ്ഥാനത്താവുമ്പോൾ ആരെ അടിച്ചു? അടി കൊണ്ട ആളാരാ? സയ്യിദാണ്. അപ്പോൾ സയ്യിദ് ഇവിടെ മഫൂലാണ്. അപ്പോൾ ഈ മഫൂലിൻ്റെ സ്ഥാനത്ത് വന്നപ്പോൾ സയ്യിദൻ എന്നായി. പിന്നെ കലമു സയ്യിദിൻ, കലമിനെ സയ്യിദിലേക്ക് ഇലാഫത്ത് ചെയ്തു. ആരുടെ പേന? സയ്യിദിൻ്റെ പേന. അപ്പോൾ ഇവിടെ ഇലാഫത്ത് ചെയ്തതുകൊണ്ട് ഇവിടെ ജറാണ്. സയ്യിദിൻ്റെ പേന എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ സയ്യിദൻ എന്നായി. ഇനി യദ്ഹബു ഫിയലാണ്. യദ്ഹബു ലൻ യദ്ഹബ, ഈ ലന്ന് വന്നപ്പോൾ യദ്ഹബ ഇവിടെ ഫിയലിന് അതിന് യദ്ഹബു എന്നുള്ളത് യദ്ഹബായി. പിന്നെ ലം യദ്ഹബ്, ഇവിടെ ലമ്മ് ഹുറൂഫുൽ ജസ്മാണ്. ഹുറൂഫുൽ ജസ്മിൽ പെട്ടതാണ് ലമ്മ്. ആ ലമ്മ് വന്നപ്പോൾ ലം യദ്ഹബ് അവിടെ സുക്കൂനായി. അപ്പോൾ ഇതാണ് അതിനുള്ള ഉദാഹരണം. പിന്നെ ഇനി മബിനിയാണ്. മബിനി എന്ന് പറഞ്ഞാൽ നേരെ എതിരാണ്. മുഅറബിൻ്റെ നേരെ എതിര്. കലിമാത്തുൽ അറബിയ്യ ലാ യതഗയ്യറു അവാഖിറുഹ. ഇവിടെ നേരത്തെ പറഞ്ഞത് മുഅറബ് എന്ന് പറഞ്ഞാൽ കലിമാത്തുൽ അറബിയ്യ യതഗയ്യറു അവാഖിറുഹ എന്നാണ്. അതിൻ്റെ ആഖിർ വ്യത്യാസപ്പെടും, ചേഞ്ച് ആവും. മബിനി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കും. എന്ത് അവാമിൽ വന്നാലും, അതായത് റഫിൻ്റെ ഫായിലിൻ്റെ സ്ഥാനത്തായാലും മഫൂലിൻ്റെ സ്ഥാനത്തായാലും ജസ്മിൻ്റെ സ്ഥാനത്തായാലും എങ്ങനെ ആയാലും ഒരേപോലെ, അതിന് മാറ്റം വരില്ല. അതാണ് മബിനി എന്ന് പറഞ്ഞത്. അപ്പോൾ കലിമാത്തുൽ അറബിയ്യ ലാ യതഗയ്യറു അവാഖിറുഹ, അതിൻ്റെ അവസാനം ചേഞ്ച് ആവില്ല. അതിന് ഉദാഹരണങ്ങളാണ് ഹൽ, ഇന്ന. ഹൽ എപ്പോഴും ഹല്ലായിരിക്കും. ഹൽ ഹൽ ഹൽ. ഇന്ന അതെപ്പോഴും. പിന്നെ ലൈത്ത, ലഅല്ല. അപ്പോൾ ഈ ലൈത്തൊക്കെ എപ്പോഴും ലൈത്ത തന്നെയാണ്. ലഅല്ല, അൻ എപ്പോഴും അൻ തന്നെ, അതിൻ്റെ ആഖിർ ചേഞ്ച് ആവില്ല. ലൻ, കൈ, ഇതൻ, ഇതൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുക. പിന്നെ ഹുറൂഫുൽ ജറ്, പിന്നെ ജറിൻ്റെ ഹർഫുകളുണ്ട്. അതേതൊക്കെയാണ്? ഹുറൂഫുൽ ജറ് ബി കലമിൻ, പേന കൊണ്ട്. ലി മുഹമ്മദിൻ, മുഹമ്മദിന്. അങ്ങനെയൊക്കെ പറയുമ്പോൾ
ബ മിൻ ഇല ഫി ലാമ് റുബ കസമിൻ്റെ വാവ് വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം എന്ന് പറയാൻ വല്ലാഹി കസമിൻ്റെ താ തല്ലാഹി പിന്നെ അതുപോലെയുള്ള ഹർഫുകൾ ഹത്ത അതൊന്നും ചേഞ്ച് ആവില്ല. പിന്നെ ഇവിടെ ലം യഫ് അൽന ലം തഫ് അൽന അസ്മാഉൽ ഇഷാറ പിന്നെ ഇസ്മാഉൽ ഇഷാറ ഇതിന് വേറൊരു സ്ലൈഡ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അസ്മാഉൽ ഇഷാറ ചേഞ്ച് ആവില്ല, അസ്മാഉൽ ഇസ്തിഫാം ചേഞ്ച് ആവില്ല, അസ്മാഉൽ ഷർത്ത് ചേഞ്ച് ആവില്ല. പിന്നെ അഅദാദുൽ മുറക്കബ ഇത് അഅദാദുൽ മുറക്കബ എന്ന് പറഞ്ഞാൽ 11 മുതലുള്ള 20 വരെയുള്ള എണ്ണങ്ങൾ ആണ് ഇവിടെ പറയണത്. 19 വരെയുള്ള 11 മുതൽ 19 വരെയുള്ള എണ്ണങ്ങളെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇനി അടുത്ത സ്ലൈഡ് ഇതാണ്. ഇനി മബിനിയായ ഇസ്മുകൾ അൽ അസ്മാ ഉൽ മബിനിയാത്ത്. മബിനിയായ ഇസ്മുകൾ ഏതൊക്കെയാണെന്നാണ്. പിന്നെ ഇവിടെ അൽ അസ്മാ ഉ ഹുനാക കസീറും മിനൽ അസ്മാ ഇല്ലത്തി ലാ തതഗയ്യറു അവാഹിറുഹ ഹസ്ബൽ അവാമിലില്ലത്തി തഖദ്ദമഹ ഫതുബ്ന അലൽ ഫത്ഹി അവൽ കസ്രി അവൽ ലമ്മി വസ്സുകൂനി. അത് ഹുനാക കസീറും മിനൽ അസ്മായി കുറേ ഇസ്മുകളുണ്ട്. അല്ലത്തി ലാ തതഗയ്യറു അവാഹിറുഹ അതിൻ്റെ അവസാനത്തിലൊന്നും ഒരു ചേഞ്ചും വരില്ല. ഹസ്ബൽ അവാമിലി അതിൻ്റെ മുന്നിലുള്ള അല്ലത്തി തഖദ്ദമ അതിൻ്റെ മുന്നിലുള്ള അവാമിൽ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആ ആഹിർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില അവാമിൽ, അതായത് ഹുറൂഫ് നാസിബ് പിന്നെ മുബത്തദ ഖബർ അതുപോലെ ഹുറൂഫുൽ ജസ്മ് ഇതൊക്കെ വന്നാലും അതിന് ചേഞ്ച് വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫതുബ്ന അലൽ ഫത്ഹി അവിൽ കസ്രി അവിൽ ലമ്മി അവിൽ സുക്കൂനി. അപ്പോൾ അത് മബനി ആയിരിക്കും. ഏത് സാഹചര്യം ഏത് സ്ഥിതിയിലാണോ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഒന്നുകിൽ എല്ലാറ്റിനും ഫതഹായിരിക്കും, അല്ലെങ്കിൽ സുക്കൂനിലായിരിക്കും. ഇപ്പോൾ ഹൽ എന്നുള്ളതൊക്കെ എപ്പോഴും സുക്കൂനാണ്. അതുപോലെ ഇൻ എന്നുള്ളത് എപ്പോഴും സുക്കൂനാണ്. ഇന്ന അതെപ്പോഴും ഫതഹാണ്. പിന്നെ കസറിൻ്റെ ഇതിൽ വരുമ്പോൾ ഹാദാനി ഹാ ഉലായി ആ ഇ അതൊക്കെ എപ്പോഴും കസറാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കും, അതൊന്നും ചേഞ്ച് ആവില്ല. അപ്പോൾ ഏതൊക്കെയാണ് അസ്മാഉൽ മബ്നിയാത്ത് എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ലമീറുകളെല്ലാം അസ്മാഉൽ മബ്നിയാത്താണ്. അത് എല്ലാം ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന അന നഹനു ഇങ്ങനെയുള്ള ഈ ലമീറുകൾ മുഴുവൻ മബ്നിയാത്താണ്. അതൊന്നും ചേഞ്ച് ആവില്ല. ഹുവ തന്നെയാണ് എപ്പോഴും. ഹുവി എന്നോ ഹുവു എന്നോ ആവില്ല. അതുപോലെ ഹുമ ഹുമി ഹുമു ഒന്നും ആവില്ല. ഹും എന്നുള്ളത് ആ ലമീർ എപ്പോഴും ഹും തന്നെയാണ്. അതുപോലെ അന്ത അന്തുമ അന്തും അതൊക്കെ അതുപോലെ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ അസ്മാഉൽ മൗസൂല ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ ലമീറും അസ്മാഉൽ മൗസൂലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ അസ്മാഉൽ മൗസൂല അല്ലദി അല്ലദാനി അല്ലദീന അല്ലത്തി അല്ലത്താനി അല്ലത്തൈനി ഇതൊക്കെ അസ്മാഉൽ മൗസൂലകളിൽ പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ആ രൂപത്തിൽ തന്നെ ഇറ്റ് വിൽ റിമൈൻ, ആ രൂപത്തിൽ തന്നെ ഇരിക്കും. പിന്നെ അസ്മാഉൽ ഇഷാറ ഹാദാ ഹാദാനി ഹാഉലായി ഉലായിക്ക. ഇസ്തിഫാം അസ്മാഉൽ ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയായിരിക്കും. ചോദ്യം ചോദിക്കാനുള്ള ഇസ്മുകളാണ്. ചോദ്യം മൻ ആര്, മൻ ആര്, ഹു, മത്ത എപ്പോൾ, മത്ത ഈ മത്തം എപ്പോഴും മത്തന്നെ, മത്തിയും മത്തും ഒന്നും ആവില്ല. അതുപോലെ മന്നും അങ്ങനെ തന്നെ. കം എത്ര, ഐന എവിടെ, വേർ, ഔ ഹൽ അല്ലെങ്കിൽ പിന്നെ ഹല്ല്. അപ്പോൾ ഇങ്ങനെയുള്ള അക്ഷരങ്ങളാണ് പിന്നെ ഇസ്മുകളാണ് ഹുറൂഫുൽ ഇസ്തിഫാം
അസ്മാഉൽ ഇസ്തിഫാം ഇതിലെ കമ്മും അയിനെയൊക്കെ ഇസ്മുകളിൽ വരുന്നതാണ്. പിന്നെ ഈ ഹല്ലും ആയാണ് ഇവിടെ, അതൊന്നല്ല, അതൊക്കെ ഹർഫുകളിൽ വരുന്നതാണ്. എന്തായാലും അത് ഒന്നും ചേഞ്ച് ആവില്ല. പിന്നെ അസ്മാവ് ഷർത്തിൻ്റെ ഇസ്മുകൾ മൻ, മഹ്മ, ഇദാ, കൈഫമ, മാ, അന്ന, ഐ, ഇതൊക്കെ ഷർത്തിൻ്റെ ഇസ്മുകളാണ്, അതും ചേഞ്ച് ആവില്ല. പിന്നെ ബഅ്ദുൽ ളുറൂഫ് ചില ലർഫുകൾ എന്ന് പറയും. കാരണം ചില ലർഫുകൾ മബിനിയല്ല. ഏതുപോലെ ഖബല, ബഅദ, ഹീന എന്നുള്ളതൊക്കെ ലർഫുകളാണ്. പക്ഷെ അതൊക്കെ മുഅറബാണ്. ഇവിടെ മബിനിയായ ലർഫുകൾ മാത്രമാണ് പറഞ്ഞ ഖത്തു, സുമ്മ. ഈ ഖത്തു എപ്പോഴും ഖത്തു തന്നെ ആയിരിക്കും. സുമ്മ എപ്പോഴും സുമ്മ തന്നെ. അംസി അതെപ്പോഴും അത് തന്നെ. ലത ഒക്കെ അങ്ങനെ തന്നെ. പിന്നെ അസ്മാഉൽ അഫ്ആൽ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അതിൽ പെട്ടതാണ് ഹൈഹാത്ത, സറാന, ഹയ്യ, ഹലുമ്മ, റുവൈദ, ഇങ്ങനെ കുറേ ഇസ്മുകളുണ്ട്. ഞങ്ങൾ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ ഇസ്മുകൾ മുഴുവൻ കിട്ടും. അസ്മാഉൽ അഫ്ആൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടും. പിന്നെ അൽ അഅദാദുൽ മുറക്കബായിട്ടുള്ള എണ്ണങ്ങൾ, അഹദ അശ്ര, ഇസ്ന അശ്ര, സലാത്ത അശ്ര. അതൊക്കെ ഈ സലാത്ത അശ്രൊക്കെ എപ്പോഴും സലാത്ത അശ്ര, അർബാത്ത അശ്ര, ഹംസത്ത അശ്ര, സിത്തത്ത അശ്ര, സബഅത്ത അശ്ര, സമാനിയത്ത അശ്ര, തിസ്അത്ത അശ്ര, ഇതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അതൊക്കെ മബിനിയാണ്. അപ്പോൾ ഇത്രയാണെന്ന് മബിനിയുടെ ക്ലാസ്. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക. മറ്റേ ഇത് അസൈൻമെൻ്റ് എഴുതാൻ എൻ്റെ ചില വീഡിയോകൾ, ആ മുഅറബ് മബിനി എന്നുള്ള ആ വീഡിയോ ഒക്കെ സഹായകമാവും. അത് നോക്കിയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.